ദില്ലി തെരഞ്ഞെടുപ്പിൽ ചേരി വോട്ട് ബാങ്കുകൾ നിർണായകമാണ്. കാലാകാലങ്ങളായി ചേരി പ്രദേശങ്ങളിലെ വോട്ടർമാർ കെജ്രിവാളിലും ആം ആദ്മി പാർട്ടിയിലും അടിയുറച്ചു വിശ്വസിക്കുന്നു. ചേരികൾ പൊളിക്കുന്ന ബിജെപിക്ക് വോട്ടില്ല എന്ന സ്ത്രീ വോട്ടർമാർ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ദില്ലിയിൽ നിന്നും സ്വാതി സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മെച്ചപ്പെട്ട ജീവിത നിലവാരമോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്ത 675ഓളം ചേരികൾ. അതിൽ 3,50,000 കുടുംബങ്ങളിലായി 3 ദശലക്ഷത്തിലധികം മനുഷ്യർ തിങ്ങിപ്പാർക്കുന്നു. തൊഴിലില്ലായ്മയിലും വിലക്കയറ്റത്തിലും പൊറുതിമുട്ടിയ ജീവിതങ്ങൾ. സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള ചേരി പ്രദേശങ്ങളിലെ വോട്ട് പിടിക്കാൻ ബിജെപി ശ്രമിക്കുമ്പോൾ സൗജന്യ വൈദ്യുതിയും കുടിവെള്ളവും ബസ്സിൽ സൗജന്യ യാത്രയും നൽകിയ കെജ്രിവാൾ സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരാണ് ഇവിടുത്തെ സ്ത്രീ വോട്ടർമാർ. पानी की भी, लाइट की भी, बस की भी, सब चीज की केजरीवाल नहीं करी. हम केजरीवाल को ही वोट देंगे. मोदी कुछ नहीं करेगा, कुछ भी नहीं करेगा. वो अपने जुग्गी तोड़ देगा. वो സിലിണ്ടറിന് വില കൂടിയതോടെ ഭക്ഷണം പുറത്തു പാകം ചെയ്യേണ്ടി വരുന്നത് മുതൽ ചേരി പൊളിക്കലിനു പിന്നിലെ ബിജെപി രാഷ്ട്രീയം വരെ ഇവർക്കിടയിൽ ചർച്ചയാണ്. मोदी को हटाओ, केजरीवाल को लाओ. सिलेंडर इतने महंगे महंगे कर रखे. रोटी सब्जी सब चूल्हे पे बनाते हैं. बताओ, जंगलों में से लकड़ियां बीन बीन के लाते. 5 किलो चावल तो खा ही जाता है. कर रखे हैं, काट देते हैं. उसका तेल कौन देगा, रिफाइंड कौन देगा, मसाले कौन देगा? गरीब लोग कहाँ जाएगा? मेरे को आप ही है. मंदिर खेत क्यारे ने बेच बेच के इंसान ने जगह ली है, घर बनाया है. अब इन्हें तुड़वा देगा तो इंसान कहाँ जाएगा? യുപിയിൽ നിന്നും വിവാഹം കഴിച്ചെത്തിയ ചിലർ ബിജെപി മുഖ്യമന്ത്രി യോഗിയെയും ഇതിനിടെ പരിഹസിക്കുന്നുണ്ട്. योगी अच्छा है. अच्छा नहीं है, वो भी भगवा बाबा है. भगवा बाबा उनका नाम दिया है बुलडोजर बाबा. ചേരികൾ കേറിയിറങ്ങി ബിജെപി നേതാക്കൾ പണം വിതരണം ചെയ്യുന്നതും ചിലർ തുറന്നു പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്ന ചേരി മേഖലയിലെ വോട്ട് പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ബിജെപി. എന്നാൽ പണം കൊടുത്ത് വോട്ട് പിടിക്കാമെന്ന വ്യാമോഹം ഇനി വേണ്ട. ഇവിടുത്തുകാർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് ബിജെപി വിരുദ്ധ രാഷ്ട്രീയമാണ്. ക്യാമറാമാൻ സഞ്ജയ്ക്കൊപ്പം സ്വാതി സന്തോഷ്, കൈരളി ന്യൂസ്, ദില്ലി.